താങ്ക് യു വ്യൂവേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ടും ഫീഡ്ബാക്കുമാണ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചത്. അത് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ മിക്ക വ്യൂവേഴ്സും എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി എന്റെ വീഡിയോസിനെ കുറിച്ചുള്ള സജഷൻസും പോരായ്മകളും അവർ എന്റെ റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. എന്റെ ഒരു റെഗുലർ വ്യൂവറായ മിസ് തങ്കമണി രാജശേഖരൻ അയച്ചു തന്ന ഒരു പിക്ചർ ഞാൻ ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും കമന്റ്സും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ ഒരു സാൻഡ്വിച്ചും പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഒരു സാലഡും അതുപോലെ തന്നെ പോഷക ഗുണമുള്ള ഒരു ഫ്രഷ് ജ്യൂസുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ ഞാൻ ഇവിടെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മല്ലിയിലയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ബെൽ പെപ്പർ ഗ്രീനും ഒരു പച്ചമുളകും, ഇത് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂട്ടിയിട്ട് 1/2 നാരങ്ങയുടെ നീരും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ നെടുകെ കീറിയിട്ട് പുഴുങ്ങാൻ വെച്ചിരിക്കുവാണ്. ഇതൊരു 4 വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കും. പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്കിൻ റിമൂവ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ചിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ബെൽ പെപ്പർ ചെറുതായിട്ട് അരിഞ്ഞതും സ്കിൻ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേവിച്ച പൊട്ടറ്റോകളും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പനീർ ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ബ്രെഡിലേക്ക് സാൻഡ്വിച്ച് ആക്കാം നോക്കാം. ഇതിനു വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ നല്ല വലിപ്പമുള്ള ബ്രെഡാണ്. ഈ ബ്രെഡിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിങ് വെച്ചിട്ട് എല്ലായിടും ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സിങ് വരത്തക്ക രീതിയിൽ തേച്ച് കൊടുക്കണം. ഇനി മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതിന് പുറത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായ പാനിലേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ഇവിടെ നല്ല ഗോൾഡൻ കളറിൽ ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ തന്നെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിനുൾഭാഗം ഇരിക്കുന്നത്. ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നല്ല കളറുള്ള ക്യാരറ്റ് വേണം എടുക്കേണ്ടത്. ഞാനിവിടെ 3 ക്യാരറ്റും 3 മുസമ്പിയും എടുത്തിട്ടുണ്ട്. ഈ മുസമ്പി ഈ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതിനുള്ളിലെ സീഡൊക്കെ മാറ്റിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ ക്യാരറ്റ് എടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഞാൻ സാധാരണ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ജ്യൂസറിലാണ്. ഇപ്പം എല്ലാവരുടെ കയ്യിലും ജ്യൂസർ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ മിക്സിയിലാണ് ഇത് അടിച്ച് കാണിക്കുന്നത്. ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുസമ്പി സീഡൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും ആവശ്യത്തിനുള്ള പഞ്ചസാരയുമാണ്. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ ക്യാരറ്റും മുസമ്പിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളവും ഐസ് ക്യൂബ്സും ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം.
ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചൊഴിക്കാം. ഒരു ജഗ്ഗിലേക്ക് ജ്യൂസ് അരിക്കുന്ന അരിപ്പ് വെച്ചിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയ ജ്യൂസാണ്. ഇതിൽ ഇനിയും വെള്ളം ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ തിക്കായിട്ട് തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി ഇത് സെർവ് ചെയ്യേണ്ട ഗ്ലാസ് എടുത്തിട്ട് 2 ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മുസംബി ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉള്ള നല്ലൊരു സാലഡാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇത് കുതിർന്ന ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കിഡ്നി ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതും ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതും ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ കുതിരാനായിട്ട് വെക്കാം. ഇതൊരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടാലേ ഇത് കുതിർന്ന് കിട്ടത്തുള്ളൂ. ഇതും കുതിർന്ന ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഈ സാലഡിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കിൻവ വേണം. ഇത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതും കൂട്ടിയിട്ടാണ് ഇന്ന് ഈ സാലഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സീഡാണ്. ഇത് 1 കപ്പ് കിൻവ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഈ കിൻവ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1/4 കപ്പ് കിൻവ എടുത്തിട്ടുണ്ട്. ഈ കിൻവ ഒരു ബൗളിലേക്ക് ഇടാം. ഇത് കണ്ടാൽ നമുക്ക് തെന പോലെ ഇരിക്കും കാണാൻ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കാം. മുതിരയും കിഡ്നി ബീൻസും ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ രണ്ടും കൂടി ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഈ മുതിരയും കിഡ്നി ബീൻസും ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുതിരയും കിഡ്നി ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കിനോവ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്ക് ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിനോവ ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ കിനോവ വേവിക്കാൻ വേണ്ട ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിനോവ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സാലഡിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ മുളപ്പിച്ചത് എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമ്മൾ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഒരു നനഞ്ഞ ടവലിൽ പൊതിഞ്ഞു വെക്കും. പൊതിഞ്ഞു വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഇതുപോലെ ചെറിയ ചെറിയ മുളകൾ വന്നു തുടങ്ങും. ഇങ്ങനെയാണ് പയർ നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. മുളപ്പിച്ചെടുത്ത പയർ വളരെ ഗുണമുള്ളതാണ്. നമ്മൾ ഈ മുളപ്പിച്ച പയർ ഇനി വേവിക്കത്തൊന്നുമില്ല. ഇത് പച്ചയായിട്ട് തന്നെയാണ് നമ്മൾ സാലഡിലേക്ക് യൂസ് ചെയ്യുന്നത്. കിനോവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണിത്. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. കിനോവ ഞാനിവിടെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നേർത്ത അരിപ്പിൽ വേണം നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, നല്ല മുത്തുമണി പോലെയാണ് ഈ കിനോവ ഇരിക്കുന്നത്. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതും ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ഈ സാലഡിന് വേണ്ടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ക്യാരറ്റ്, പർപ്പിൾ ക്യാബേജ്, ബെൽ പെപ്പേഴ്സ്, യെല്ലോ, ഗ്രീൻ, റെഡ്, കുക്കുംബർ, പിന്നെ വേണ്ടത് പാഴ്സ്ലി ലീഫ്. ഇനി ഇതെല്ലാം എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. സാലഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കണം. അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കിഡ്നി ബീൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിനോവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. പാഴ്സ്ലി ലീഫ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ഡ്രസ്സിംഗ് തയ്യാറാക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് പൗഡർ, അതായത് ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിംഗ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. ഈ സാലഡ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഹെൽത്തി ഇഫ്താർ പ്ലാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ് മുസംബി ജ്യൂസും ബ്രെഡ് സാൻഡ്വിച്ചും വെജിറ്റബിൾ സാലഡും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.